കാസർഗോഡ് കുടിവെള്ള പദ്ധതിക്കായി കുഴിയെടുക്കുന്നതിനിടെ പുരാതന കാലത്തെ മൺപാത്രങ്ങളും അസ്ഥിയും കണ്ടെത്തി. ബന്തെടുക്ക മാണിമൂലയിൽ നിന്നാണ് പുരാതന കാലത്തെ ശേഷിപ്പുകൾ കണ്ടെത്തിയത്. ജലജീവൻ മിഷൻ പദ്ധതിയിൽ വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുക്കുന്നതിനിടെയാണ് മൺപാത്രങ്ങളും അസ്ഥിയും കണ്ടെത്തിയത്. പാത്രത്തിൽ കഷണങ്ങളായ നിലയിലാണ് അസ്ഥിഭാഗങ്ങൾ ഉണ്ടായിരുന്നത്. BC 5-ാം നൂറ്റാണ്ടിനും 1-ാം നൂറ്റാണ്ടിനുമിടയിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് ഇനത്തിൽപ്പെട്ട മൺപാത്രവും 4 കാലുകളുള്ള 5 മൺപാത്രങ്ങളും നന്നങ്ങാടിയുടേതെന്ന് കരുതുന്ന ഭീമൻ പാത്രത്തിന്റെ അടപ്പും ഇരുമ്പ് അവശിഷ്ടങ്ങളും കണ്ടെത്തിയവയിൽ ഉൾപ്പെടുന്നു. ചെങ്കല്ലറകളിൽ നിന്ന് നെല്ലിൻ കഷ്ണങ്ങൾ ലഭിക്കാറുണ്ടെങ്കിലും മൺപാത്ര അവശിഷ്ടങ്ങൾക്കൊപ്പം നിരവധി അസ്ഥിഭാഗങ്ങൾ ലഭിക്കുന്നത് അപൂർവമാണെന്ന് സ്ഥലം സന്ദർശിച്ച ചരിത്രകാരൻ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് പറഞ്ഞു. നിരവധി മൺപാത്രങ്ങളും അതിലുപരിയായിട്ട് ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങളുടെ അവശിഷ്ടങ്ങളും പിന്നീട് നിരവധി അസ്ഥികൂടങ്ങളുമാണ് ലഭ്യമായിട്ടുള്ളത്. എല്ലിൻ കഷ്ണങ്ങൾ കാണുമ്പോൾ അധികം പഴക്കം തോന്നാത്തതുകൊണ്ട് തന്നെ അത് മഹാശിലാ സ്മാരകവുമായി ബന്ധപ്പെട്ടാണെന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. അതേസമയം ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അടുത്ത് തന്നെ ഒരു പത്തായ എന്നറിയപ്പെടുന്ന ഒരു സ്മാരകമുണ്ട്. അത് റോക്കറ്റ് ചേമ്പറാണ്, ചെങ്കല്ലറയാണ്. അതേ രൂപത്തിലുള്ള ഒരു ചെങ്കല്ലറയിൽ നിന്നുമാണ് ഇത്രയും വസ്തുക്കൾ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലഭ്യമായ വസ്തുക്കളിൽ മൺപാത്രങ്ങളും എല്ലാം തന്നെ മഹാശിലാ സ്മാരകവുമായി ബന്ധപ്പെട്ടവയാണ്. എങ്കിലും സ്കെൽട്ടൻ പോലുള്ളവ കൂടുതൽ പഠനവിധേയമാക്കിയാൽ മാത്രമേ വ്യക്തമായ ഡേറ്റ് പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ. മണ്ണിനടിയിൽ വലിയ ഭരണിയുടെ ഭാഗങ്ങൾ ഉണ്ടാകുമെന്ന സൂചന നൽകുന്നതാണ് മാണിമൂലയിലെ ചരിത്രശേഷിപ്പുകൾ. ഇതിന് സമീപത്തായി മഹാശിലായുഗ കാലഘട്ടത്തിലെ ചെങ്കല്ലറയുമുണ്ട്. ചരിത്രാവശിഷ്ടങ്ങൾ ശാസ്ത്രീയ പഠനത്തിന് വിധേയമാക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ്, കാസർഗോഡ്.